വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്, അതായത് തേങ്ങാച്ചോറും ചിക്കൻ റോസ്റ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ വെൽക്കം. സോ ഞാനിവിടെ എല്ലാ തിങ്സും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മട്ടയരി, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, പിന്നെ കുറച്ച് ഉലുവ, ഇത് കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി ഫസ്റ്റ് നമ്മൾ അത് കുക്കറിലോട്ട് ഇടണം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് കുക്കർ അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ സമയം ലാഭിക്കാൻ നമുക്ക് കുക്കറിലിടാം. അപ്പോൾ ഫസ്റ്റ് അരി ഇടുന്നു. അതിന് ശേഷം ഷാലറ്റ്സ് ഇടണം. ഇത്ര മതിയാവുമായിരിക്കും. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് തേങ്ങ. തേങ്ങ കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി ഉമ്മ പറഞ്ഞ കണക്കിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണം. പക്ഷേ ഇതിപ്പോൾ അരിനേക്കാളും കുറച്ചധികം വെള്ളമുള്ള പോലെ ഉണ്ട്. നമുക്ക് ഒഴിച്ച് നോക്കാം. നമുക്ക് കുറച്ച് ഒഴിക്കാം. അങ്ങനെയാണെങ്കിൽ വെള്ളം കൂടുകയെന്ന് തോന്നിയാൽ നമുക്ക് നിർത്താമല്ലോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഉമ്മ പറഞ്ഞ് വെള്ളം കൂടിയാലാണ് പ്രശ്നം, കുറഞ്ഞ വലിയ കുഴപ്പമില്ലാന്ന്. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്ന്. അതിനുശേഷം നമ്മൾ കുക്കറിൽ നന്നായിട്ട് അടച്ചു വെക്കണം. കുറച്ച് റിസ്ക്കിയാണ്. യെസ്. എന്നിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിക്കണം. യെസ്. ഇത് കുറച്ച് സമയം എടുക്കും. ഈ അരി വേവാൻ ഏകദേശം ഒരു 7-8 വിസിൽസ് എടുക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി പാരലലി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. സോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ പ്ലസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പ്ലസ് കുറച്ച് കേർഡ് പ്ലസ് മുളക് പൊടി പ്ലസ് മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇത് കുറച്ച് ഉള്ളി ഞാൻ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അധികം ഉള്ളി വേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്കിത് വെച്ച് നോക്കാം. ഇനി സോട്ട് ചെയ്ത ഉള്ളിയിലോട്ട് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യണം. പ്ലസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിടാം. ആൻഡ് പ്ലസ് കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ എല്ലാ പൗഡേഴ്സും ഇടണം. അപ്പോൾ ഫസ്റ്റ് കൊറിയാണ്ടർ പൗഡർ കുറച്ചിടാം. യെസ്. അതിനുശേഷം ചില്ലി പൗഡർ ഇടണം. പക്ഷെ ഞാൻ ഭയങ്കര കുറച്ചേ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ എരിയും. എനിക്ക് എരിവ് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് ചില്ലി പൗഡർ ഇടാം, ഇച്ചിരി മാത്രം. അതിനുശേഷം ഇത് ഗരം മസാല. ഷാൻജിയ പറയുന്ന പോലെ കടയിൽ നിന്ന് മേടിച്ചാണ് ഞാൻ കുറേ ഇടണം. അപ്പം ഇത് കടയിൽ നിന്ന് മേടിച്ചാൽ ഇത്ര മതിയായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ബിക്കോസ് ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോയി. നമുക്ക് കുറച്ചും കൂടെ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അയ്യോ ഇതെല്ലാം കയറി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതിലോട്ട് ഇടാം. അതിപ്പോൾ ഭയങ്കര ചൂട്. 2 3 ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്ത് ചൂടായത്! ശരിക്കും കിച്ചണിലൊക്കെ AC വെക്കണം. അടുപ്പത്തൊന്നും പണിയെടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. യെസ്. ഇനി നന്നായിട്ട് നമ്മളിത് ഇളക്കി പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അടച്ചു വെച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് നല്ല ചിക്കൻ റോസ്റ്റ് ആവും. നമുക്ക് അടയ്ക്കാം. കുക്കറിൽ റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സാലഡ് ഉണ്ടാക്കി. ഇത് സവാളയും വിനെഗറുള്ള സാലഡാണ്.
ഞാൻ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് സവാള അരിഞ്ഞ് പിന്നെ 2 കുഞ്ഞു പീസസ് ഓഫ് ചില്ലി ആഡ് ചെയ്തു. ദെൻ വിനെഗർ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ചിക്കനും ചോറും ആകുമ്പോഴത്തേക്ക് ഇതെന്താണെങ്കിലും സെറ്റ് ആയിക്കോളും. കുക്കർ ഒരു 8 വിസിൽസ് വന്നു. അപ്പം ഞാൻ കുക്കർ മാറ്റി വെച്ചു. നല്ല മണം. ഹായ്, തേങ്ങയുടെയും റൈസിൻ്റെയും ആ ഉലുവയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നു. എനിക്ക് കൊതിയാവുന്നേ. ഇതിൻ്റെ ആവി ഞാൻ ഇങ്ങനെ കളയാം. ആവി കളയുമ്പോൾ കുറച്ച് മാറി നിൽക്കണം. നമുക്ക് ഓപ്പൺ ചെയ്യാം. ചിക്കൻ ഓൾമോസ്റ്റ് ആയ പോലെയാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ചോറ് തുറന്നു നോക്കാം. ഹായ്, പക്ഷെ ഇത് വെന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വെന്തോ? ഇത് വെന്തില്ലെന്ന് തോന്നുന്നു. ഞാൻ റൈസ് ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷെ അതായിട്ടില്ല. ഒരു 7-8 കൂടുതൽ വിസിൽസ് ഒക്കെ വന്നതാ. കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ അപ്പം ഇനി കുറച്ച് സമയം കൂടി വിസിൽ വരയിപ്പിക്കാന്ന് വിചാരിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താവും നോക്കാം. യെസ്, റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ച് വെള്ളം കുറച്ച് വറ്റിച്ച് കളയാമെന്ന്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് കുറച്ച് കഞ്ഞിയാക്കി കഴിച്ചാലോ. അതായത് തേങ്ങയുണ്ട്, റൈസുണ്ട്, ഉപ്പുണ്ട്, ഉള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. കറക്കട കഞ്ഞിക്ക് പകരം നമുക്ക് തേങ്ങ ചോറ് കഞ്ഞി അങ്ങനെയാക്കാം. എന്നിട്ട് കുറച്ച് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം. കുഴപ്പമുണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. എനിക്ക് വിശന്ന് സെർവ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് ചോറെടുക്കാം. ചോറിൽ ഇച്ചിരി വെള്ളമുണ്ട്. പക്ഷെ അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. 3:30 സമയം. രാവിലെ കഴിച്ചതാണ്. യെസ്, ഹായ്, നല്ല സ്മെല്ലുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ കറി സെർവ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് ചോറെടുക്കാം. ചോറിൽ ഇച്ചിരി വെള്ളമുണ്ട്. പക്ഷെ അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. 3:30 സമയം. രാവിലെ കഴിച്ചതാണ്. യെസ്, ഹായ്, നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്കിതിൽ സൈഡ് ഡിഷായിട്ട് കുറച്ച് ചിക്കൻ കറി വിളമ്പാം. യെസ്, അത് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെച്ച് നമുക്കിനി ഇച്ചിരി സാലഡ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാലഡ് എടുക്കുക, ഇവിടെ വിളമ്പാം. യെസ്, റെഡി. ഒരു പപ്പടം കൂടി കാച്ചി. എനിക്ക് ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിന്ന് അങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന്. നന്നായിട്ടുണ്ട്, നല്ലതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പോഴെങ്കിലും വരാം. ബൈ.